നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് പവന് 480 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 55,000 കടന്ന് 55,080 രൂപയായി. കേരളത്തിലെ 71 മേഖലകളിൽ 25 സെന്റ് വരെ സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നന്ദിക്കര മാപ്രാണം റോഡിൽ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ചു. ഈ പാതയിലെ മുത്രത്തിക്കര കാളൻ വഴിയിൽ നിന്ന് നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിൽ നെൽച്ചെടികളെ ബാധിച്ചത് കീടബാധയാണെന്ന് കൃഷിവകുപ്പ്. കീടബാധ കർഷകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷിഭവനിലെ ജീവനക്കാർ ഇവിടെ എത്തി ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിർദ്ദേശിച്ചിരുന്നതായും കൃഷി ഓഫീസർ. കൊടകര BRCയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് GVHS സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പ്രായോഗിക പരിശീലനം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് പവന് 480 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 55,000 കടന്ന് 55,080 രൂപയായി. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം 200 രൂപയാണ് പവന് കുറഞ്ഞത്. 3 ദിവസങ്ങൾ കൊണ്ട് 440 രൂപയോളം ഇടിവുണ്ടായിരുന്നു. വൻകിട നിക്ഷേപകർ ഉയർന്ന വിലയിൽ നിന്നും ലാഭമെടുത്ത് തുടങ്ങിയതോടെ സ്വർണ്ണവില കുതിക്കുകയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 6,885 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5,715 രൂപയുമാണ്. കേരളത്തിലെ 71 മേഖലകളിൽ 25 സെന്റ് വരെ സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും കേസെടുത്ത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അദാലത്തിലൂടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ 3 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ തന്നെ 1,80,877 പട്ടയങ്ങളാണ് നൽകിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണിത്. പൊതുജനങ്ങൾക്ക് സേവനം സമയബന്ധിതമായും സങ്കീർണതകളില്ലാതെ ലഭ്യമാക്കുന്നതിനും വിവിധ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒല്ലൂർ മുൻപ് പഞ്ചായത്തായിരുന്നപ്പോൾ പണം നൽകി വാങ്ങിയ പ്രദേശം പിന്നീട് കോർപ്പറേഷൻ ആയപ്പോൾ ചട്ടങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ കാരണം പട്ടയം ലഭിക്കാതെ പോയവർക്ക് ഒക്ടോബറിൽ പട്ടയം നൽകും. പ്രവാസികളായ മലയാളികൾ തങ്ങളുടെ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉന്നയിച്ചിരുന്നു. 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 20-ന് ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ മലയാളി പ്രവാസികൾക്ക് അവിടെ ഇരുന്ന് തന്നെ തണ്ടപ്പേരുള്ള ഭൂമിക്ക് അതത് മാസം നികുതി അടയ്ക്കാനുള്ള സംവിധാനം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കോളനികൾ എന്നറിയപ്പെട്ടിരുന്ന വിവിധ ഉന്നതികളിലെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്താൻ കഴിയാത്ത 30,000 പേരെ 2025 മുൻപ് ഭൂമിയുടെ അവകാശികളാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. കൂടാതെ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ ഏകീകരിച്ച് എന്റെ ഭൂമി സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ഒക്ടോബറിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടനെല്ലൂരിൽ നിർദ്ദിഷ്ട ഒല്ലൂർ വില്ലേജ് കെട്ടിട നിർമ്മാണ ഭൂമിയിൽ നടന്ന പരിപാടിയിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷനായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ ജെറീഷ് പെരിഞ്ചേരി, വാർഡ് കൌൺസിലർ നീതു ദിലീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ ഭൂമി ഇനി അതിൻ്റെ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറായി മാറുന്നതോടെ ആ നടപടികളും വേഗതയിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കോളനികളെന്ന പഴയ പേരിൽ അറിയപ്പെട്ട് ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണനായി ഈ ചുമതലയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ആ പേരെടുത്തു കളഞ്ഞ് ഉന്നതികൾ എന്ന പേരിലേക്ക് മാറ്റിയിട്ടുള്ള മുഴുവൻ സാമൂഹ്യ ഇടങ്ങളിലും ഞങ്ങൾ പ്രാഥമികമായ പരിശോധന നടത്തിയപ്പോൾ നന്ദിക്കര മാപ്രാണം റോഡിൽ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ചു. ഈ പാതയിലെ മുത്രത്തിക്കര കാളൻ വഴിയിൽ നിന്ന് നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്.
റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഇരുവശത്തും ക്വാറി വേസ്റ്റും വലിയ മെറ്റലും നിരത്തിയിട്ട് 6 മാസം പിന്നിട്ടു. ഇതുവരെയും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. വീതി കൂട്ടുന്നതിന് മുൻപ് വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കാത്തത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ റോഡിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥയാണ്. വൈദ്യുതി പോസ്റ്റുകൾ നീക്കാതെയാണ് മെറ്റൽ വിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല പറഞ്ഞു. 7-8 മാസത്തോളമായി ഈ റോഡ് വീതി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് പൊളിച്ചിട്ടേക്കുന്നത്. അതിന് മെറ്റൽ കൊടുത്തിട്ടിട്ട് വണ്ടികൾ ഓടുമ്പോൾ മെറ്റൽ തെറിച്ച് ആൾക്കാർ മേല് കൊള്ളുന്നു. ക്രോസ് ആയിട്ട് റോഡ് പൊളിച്ചേക്കുന്നു, വണ്ടികളെ കട്ടറിൽ വീണ് ആൾക്കാർ വീഴുന്നു. ജനങ്ങൾക്ക് ഭയങ്കര ദുരിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വണ്ടികളാണെന്ന് പോകുമ്പോൾ കുണ്ടിലും കൂടുതലും വീണുകൊണ്ടിരിക്കുക. ജലജീവൻ പദ്ധതിയും റോഡിന്റെ വീതി കൂട്ടലുമായി ഇത് നീണ്ടു പോവുകയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുവരെ അത് വന്ന് ശരിയാക്കാനോ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനോ അധികാരികളൊന്നും തയ്യാറല്ല. പറപ്പൂക്കര പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന മുത്രത്തിക്കര കാളൻവഴി ജംഗ്ഷനിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് പൊളിച്ചത് ക്വാറി വേസ്റ്റിട്ട് മൂടിയ നിലയിലാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും മെറ്റൽ തെറിച്ചു വീണ് അപകടം പതിവാണ്. നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ ഒരു വശം പൈപ്പിടുന്നതിനായി പല തവണയാണ് പൊളിച്ചത്. വാട്ടർ അതോറിറ്റിയും BSNL-ഉം തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണമായി പറയുന്നത്. 1 വർഷമായി ഈ റോഡിൽ യാത്രാ ദുരിതം തുടങ്ങിയിട്ട്. റെയിൽവേ സ്റ്റേഷൻ, പോങ്കോത്ര LP സ്കൂൾ, ആനന്ദപുരം സ്കൂൾ, നന്ദിക്കര സ്കൂൾ, ആരോഗ്യ കേന്ദ്രം എന്നിങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന റോഡിൻ്റെ ദുരവസ്ഥയിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പുഷ്പാകരൻ പറഞ്ഞു. അതായത് നന്ദിക്കര മാപ്രാണം ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ റൂട്ടിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡും കൂടിയാണത്. ഇതിന്റെ 2 സൈഡും ജൽജീവൻ മിഷന്റെ പൈപ്പ് ഇടാൻ വേണ്ടി കയറിയും അതുപോലെ PWD റോഡിന്റെ പണികളുമായിട്ട് ഈ മണ്ണ് മാന്തി അതിൽ മെറ്റൽ വിരിച്ചത് മൂലം ഇതിന്റെ സൈഡിലൂടെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തെന്നി മറിഞ്ഞു വീണ് ദിവസം രാത്രി അപകടം പറ്റുന്ന വിളി കാത്തി പ്രതീക്ഷിച്ചിരിക്കുന്ന മാതിരിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാതെ ഇത്തരം സംസ്ഥാനങ്ങളിലെ ആ ജോലിക്കാരെ കൊണ്ടുവന്നിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്രകാരം 3 മാസക്കാലം ഇതിന്റെ പണികൾ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായി. ഇത് എത്രയും വേഗം ഈ ദുരിതം ഇവിടുത്തെ ജനങ്ങൾക്ക് അവസാനിപ്പിച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താൽക്കാലികമായി ക്വാറി വേസ്റ്റ് നിരത്തിയതാണ് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി 2 സൈഡിലും മണ്ണെടുത്ത് അതിലെ കോറി വേസ്റ്റ് നിറച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. ഈ കോറി വേസ്റ്റ് ഇവിടെ സെറ്റാവാത്തത് കൊണ്ട് ഈ കോറി വേസ്റ്റുള്ള കരിങ്കല്ലുകൾ സാധാ വണ്ടികൾ പോകുമ്പോൾ ആ കല്ലുകൾ ടയറിൻ്റെ ഇടയിൽപ്പെട്ട് തെറിച്ച് എനിക്ക് തന്നെ എൻ്റെ സൈഡിൽ എൻ്റെ സൂപ്പർകാരി വണ്ടിയുടെ ഗ്ലാസ് പോലും പൊട്ടുന്ന സ്ഥിതി ഉണ്ടായി. റോഡ് വീതി കൂട്ടിയപ്പോൾ ഈ റോഡ് സൈഡിലുള്ള പോസ്റ്റുകൾ റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. വീതി കൂട്ടിയ ഭാഗത്താണ് ഈ പല കാലുകളും നിൽക്കുന്നത്. അത് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റുവാനും അല്ലെങ്കിൽ വളരെയധികം അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. താമരച്ചാലിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നത് അത് റോഡിലാണ് നിൽക്കുന്നത്. അത് വളരെയധികം അപകടം വിളിച്ചു വരുത്തും. അത് ദയവായി എത്രയും വേഗം അവിടെ നിന്ന് പുനഃസ്ഥാപിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 1/2 കോടി രൂപയോളം ചിലവിട്ട് നവീകരിച്ച റോഡിലാണ് 6 മാസം പിന്നിടുമ്പോഴേക്കും ഈ ദുരവസ്ഥ. 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000-കണക്കിന് യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര പ്രാധാന്യത്തോടെ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കുറെ നാളായി ഇവിടെ നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറെ ബൈക്കുകാർ വീടുണ്ടായിരുന്നു. കുറെ ബൈക്കുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചി ഇടം വരും. അത് അവിടെ നല്ല റോഡ് പിടിച്ച് വരുന്നതാണ്. ആ വരുമ്പോ പെട്ടെന്ന് ഒരു ഈ ചാടി വീഴുന്നതാണ് ആ കേസ്. ജനങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങൾ തന്നെ അപ്പുറത്ത് കോറിവെച്ച് ആ ചേട്ടൻ ആ ബാക്കിൽ ഉണ്ടല്ലേ ആ ഓടിക്കാൻ ആ ബാക്കിൽ അവിടെ നിന്ന് വരെ കോറിവെച്ച് ഞങ്ങൾ എടുത്തിട്ട് ലെവറാക്കിണ്ടായിരുന്നു. പക്ഷെ പിന്നെ വെയിൽ വരുമ്പോ ഇത് പൊടിയടിച്ച് തന്നെ പൊടിയടിച്ച് പോവത് പിന്നീട് കുഴിയായി മാറണത്. പക്ഷെ ഇനി ഇതുപോലെ അവസ്ഥ വേറെ ആൾക്കും വരരുത്. എത്ര ആൾക്കാർക്ക് അപകടം പറ്റി. ഞാൻ എപ്പോഴും 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ആളാ. ഈ പേട്ടലിടുന്നത് അപ്പുറത്തോടും 24 മണിക്കൂർ ഞാൻ പേട്ടലുണ്ടാവും.
പക്ഷെ നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ സഹായിക്കും, എല്ലാ കാര്യം ചെയ്യും. കോറിവേശ്വരോട് ഞാൻ സഹായിച്ചെന്ന ആളാ, എന്റെ ഓട്ടമര കളഞ്ഞിട്ട്. സാധാരണക്കാരനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ റോഡ് പണി ചെയ്യുന്ന ആൾക്കാരും അവരും ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. വലിയ വണ്ടികളൊക്കെ വരുമ്പോ കല്ലുകൾ തെറിക്കാണ്. കടകളിക്കും നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. മേത്തിക്കൊക്കെ വരുമോ എന്നുള്ള ഭയമാണ്. അതുകൊണ്ടാണ് എല്ലാം ഒന്ന് മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ശരിയാക്കി തരണം എന്നാണ് പറയാനുള്ളത്. നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ച നന്ദിക്കര മാപ്രാണം റോഡിന്റെ ദുരവസ്ഥയാണിത്. പുതുക്കാട് ദേശീയപാതയിൽ നിന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. യാത്രാ ദുരിതത്തിൽ പരിഹാരം തേടി പരാതി പറഞ്ഞ് മടുത്ത ജനങ്ങൾ ഇനി പ്രതിഷേധ പ്രത്യക്ഷ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിൽ നെൽച്ചെടികളെ ബാധിച്ചത് മുഞ്ഞ എന്ന ഇനം കീടബാധയാണെന്ന് കൃഷിവകുപ്പ്. കീടബാധ കർഷകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷിഭവനിലെ ജീവനക്കാർ ഇവിടെ എത്തി ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിർദ്ദേശിച്ചിരുന്നു. പ്രസ്തുത പാടത്ത് ജീവനക്കാർ നടത്തിയ പ്രതിരോധ നിർദ്ദേശങ്ങളും നടപടികളും അതത് ദിവസങ്ങളിൽ തന്നെ കൃഷിവകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ തുടർച്ചയായി പാലിക്കുന്നതിലും കൃഷിക്ക് മുൻപ് മണ്ണ് പരിശോധന നടത്തുന്നതിലും ചില കർഷകർ വിമുഖത കാണിച്ചത് രോഗപ്രതിരോധത്തിന് തടസ്സമായിട്ടുണ്ടാകാം. അശാസ്ത്രീയമായ ഞാറുനടലും കാലാവസ്ഥാ വ്യതിയാനവും ഇതിന് ആക്കം കൂട്ടി. നേരിട്ട് പരാതിപ്പെട്ട 5 കർഷകർക്ക് ആവശ്യമായ പ്രതിരോധ നടപടികൾ നിർദ്ദേശിക്കുകയും ഇവർ നടപടികൾ പാലിക്കുകയും ചെയ്തു. ഈ കർഷകരുടെ നെൽകൃഷിക്ക് കേടുകളില്ലെന്ന് ഉറപ്പാക്കാനും സാധിച്ചിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ NI റോഷ്നി അറിയിച്ചു. കൃഷിഭവൻ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിക്കാതെ കൃഷി നശിച്ചതിനു ശേഷം കുറ്റം ഉദ്യോഗസ്ഥരുടെ മേൽ ആരോപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് ഇവർ പറഞ്ഞു. കൊടകര BRCയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് GVHS സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പ്രായോഗിക പരിശീലനം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സ്വയം തൊഴിലാർജിക്കുന്നതിന് വേണ്ടി 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കിടയിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനമാണ് സംഘടിപ്പിച്ചത്. രസക്കൂട്ട്, കൃഷിക്കൂട്ടം, ജലം ജീവിതം എന്നീ മേഖലകളിലാണ് പരിശീലനം നടത്തിയത്. കൃഷിക്കൂട്ടത്തിൽ മാതൃക കർഷകനുള്ള അവാർഡ് ലഭിച്ച EK തമ്പാൻ, കുട്ടികൾക്ക് പ്ലംബിംഗ് മേഖലയെക്കുറിച്ച് നിർദ്ദേശം നൽകിയ പ്രിൻസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക ബിന്ദു, കൊടകര BPC സിന്ധു, CRCC ഫെൽമി എന്നിവർ പ്രസംഗിച്ചു. കാര്യങ്ങളാണ് ചെയ്യുന്നത്. വെള്ളം പൈപ്പ് കൂടെ വന്നാൽ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുക. കോരി കുടിക്കാന്ന് പറഞ്ഞാൽ ആരും ചെയ്യുന്നില്ല അല്ലേ? കിണറ് വീട്ടിലുണ്ടെങ്കിൽ പോലും ഒരാളും ഒരു പാട്ട് വെള്ളം കോരുന്ന ആളുകൾ ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? നല്ല കുട്ടികളെ, അതാണ് വേണ്ടത്. കൃഷിയെ കുറിച്ച് നമുക്ക് അറിയാം, എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല അല്ലെ? ഇങ്ങനെയാണ് ചെടി വയ്ക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിന്റെ ചില സമയത്തൊക്കെ എത്തുമ്പോ അത് കേടായിപ്പോ നമുക്ക് നല്ല വിഷമം തോന്നുകയും. ഇങ്ങനെ ഒരു പദ്ധതി ഈ 3 ദിവസം കൊണ്ട്, 3 ദിവസം എന്ന് പറഞ്ഞാൽ മതിയായ ദിവസങ്ങളെല്ലാം തോന്നുന്നു. എങ്കിൽ തന്നെയും ഈ 3 ദിവസം കൊണ്ട് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് നല്ല ടൈം മാനേജ്മെന്റോട് കൂടി പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി, വെണ്ട, പയറിലുള്ള കുട്ടികളും വിജയത്തിലേക്കും കാലവർഷം പശകാരാണെന്ന് നമുക്ക് ഈ കൊല്ലം എന്നും മഴ. അത് കാരണം ഒരു പച്ചക്കറിയും നന്നാവാത്ത ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. സേഫ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷി രീതിയെ പറ്റി എടുത്ത് ഞാൻ കേട്ടു, കാണുകയും ചെയ്തു. അതിൽ വെച്ച് നമുക്ക് സമയമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. നമ്മൾ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ അതിനു വേണ്ടി നമ്മൾ സമയം കളയേണ്ടതുള്ളൂ. ഇന്ന് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സാന്നിധ്യത്താലും അവരുടെ വിശിഷ്ടമായ വാക്കുകളാലും നമ്മുടെ വേദിയെ സമ്പന്നമാക്കാൻ എത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വരന്തരപ്പള്ളി തണൽ വീട് അനാഥ അഗതി മന്ദിരത്തിന് സംഭാവനയായി ലഭിച്ച ആംബുലൻസിന്റെ താക്കോൽദാനം നടന്നു. പനിന്തടം മഹല്ല് ജുമാ മസ്ജിദ് പ്രസിഡന്റ് സിംല ഹസൻ താക്കോൽദാനം നിർവഹിച്ചു. വരന്തരപ്പള്ളി തണൽ പ്രസിഡന്റ് CA സലീം അധ്യക്ഷത വഹിച്ചു. ബക്കർ പെൻകോ, ലബീബ് ഹസൻ, PK ബഷീർ, നവാസ്, ഷൈജു പട്ടിക്കാട്ടുകാരൻ, ഔസിബ് ചെരടായി, സുഹറ, അബ്ദു മജീദ്, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ 13ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5-ന് ഒളരിക്കര SN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്യും.
രക്ഷാധികാരി ജി ജയരാജ്, പ്രസിഡന്റ് ഷാജു കുണ്ടോളി എന്നിവർ പങ്കെടുക്കും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ യോഗം ഞായറാഴ്ച സംഘടിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 2:30 സ്കൂൾ ഹാളിലാണ് യോഗം നടക്കുന്നത്. കോടാലിയിലെ പുര ആർട്ട് കാസയുടെ കുട്ടികൾക്കായുള്ള ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് ഈ മാസം 30 വരെ എൻട്രികൾ അയക്കാം. പൂക്കൾ എന്ന വിഷയത്തിലാണ് മത്സര ചിത്രങ്ങൾ ക്ഷണിക്കുന്നത്. സമ്മാനാർഹമായവയ്ക്ക് ക്യാഷ് അവാർഡും മെമന്റോയും സമ്മാനിക്കും. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. എൻട്രികൾ 9846413073 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരാൾക്ക് 2 ചിത്രങ്ങൾ വീതം അയക്കാം. തിരഞ്ഞെടുക്കുന്ന മികച്ച 30 ഫോട്ടോഗ്രാഫുകളുടെ എക്സിബിഷനും ഫോട്ടോഗ്രാഫി ശില്പശാലയും നടക്കും. ഫോട്ടോഗ്രാഫർമാരായ സുനിൽ സപരിയ, രഞ്ജിത് മാധവൻ, സന്തോഷ് ഭാസ്കർ, പുര ആർട്ട് കാസ കോർഡിനേറ്റർ ദേവാംഗന എന്നിവർ നേതൃത്വം നൽകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, എംകോം എന്നീ PG കോഴ്സുകളിൽ സംവരണ സീറ്റുകളിൽ ഏതാനും ഒഴിവുകളുണ്ട്. പട്ടികവർഗം, EWS, മുസ്ലിം, PWD, OBX എന്നീ വിഭാഗക്കാർക്കാണ് ഒഴിവുകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ് ID ലഭിച്ചവർ സെപ്റ്റംബർ 24 ഉച്ചയ്ക്ക് 12-നകം ആവശ്യമായ രേഖകൾ സഹിതം പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723533022. പുതിയ സംരംഭം തുടങ്ങാൻ താൽപര്യമുള്ളവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 5 ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 24 മുതൽ 28 വരെ കളമശ്ശേരി കീറ്റ് ക്യാമ്പസിലാണ് പരിശീലനം. കോഴ്സ് ഫീ, സർട്ടിഫിക്കേഷൻ, ഭക്ഷണം, താമസം, GST ഉൾപ്പെടെ 3540 രൂപയാണ് ഫീസ്. താമസം ആവശ്യമില്ലാത്തവർക്ക് 1500 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് താമസം ഉൾപ്പെടെ 2000 രൂപയും താമസം കൂടാതെ 1000 രൂപയുമാണ് ഫീസ്. താൽപര്യമുള്ളവർ ഓൺലൈനിൽ 22-നകം അപേക്ഷിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന 35 പേർ ഫീസ് അടച്ചാൽ മതി. ഫോൺ നമ്പർ 9188922800. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ വിവിധ അർബൻ HWCകളിൽ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം അക്കൌണ്ടന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള BCom ബിരുദം, PGDCA, ടാലി അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ജനനത്തീയതി, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും സെപ്റ്റംബർ 28 വൈകിട്ട് 5-നകം ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. നടത്തറ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ഏകവത്സര കോഴ്സുകളായ വെൽഡർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡുകളിൽ സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും പ്രവേശനം ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9745309589. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6885 രൂപ, പവന് 5580 രൂപ. ആമ്പല്ലൂർ, വെണ്ടൂർ, ചെറുവത്തൂർ കല്ലൂക്കാരൻ പരേതനായ തോമക്കുട്ടി ഭാര്യ സിസിലി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ടോണി മകനും ജിസ്മി മരുമകളുമാണ്. മണ്ണമ്പേട്ട കല്ലട അരവിന്ദാക്ഷൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8-ന് വടൂക്കര ശ്മശാനത്തിൽ. ചന്ദ്രികയാണ് ഭാര്യ. ദീപ്തി, നീതു, ശ്യാംലാൽ എന്നിവർ മക്കളും സുജീഷ്, വിനീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് പവന് 480 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 55,000 കടന്ന് 55,080 രൂപയായി. കേരളത്തിലെ 71 മേഖലകളിൽ 25 സെന്റ് വരെ സൗജന്യ ഭൂമി തരം മാറ്റത്തിന് അർഹരായ മുഴുവൻ പേരുടെയും തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒല്ലൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 26 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നന്ദിക്കര മാപ്രാണം റോഡിൽ നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ചു. ഈ പാതയിലെ മുത്രത്തിക്കര കാളൻ വഴിയിൽ നിന്ന് നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്.
പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിൽ നെൽച്ചെടികളെ ബാധിച്ചത് കീടബാധയാണെന്ന് കൃഷിവകുപ്പ്. കീടബാധ കർഷകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷിഭവനിലെ ജീവനക്കാർ ഇവിടെ എത്തി ആവശ്യമായ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും നിർദ്ദേശിച്ചിരുന്നതായും കൃഷി ഓഫീസർ. കൊടകര BRCയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് GVHS സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പ്രായോഗിക പരിശീലനം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.